نور على نور. الثالث من لم يكفر المشركين أو شك في كفرهم أو صح مذهبهم كفر إجماعا. മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി ഇസ്ലാമിനെ മുറിച്ചു കളയുന്ന മൂന്നാമത്തെ കാര്യമായി എണ്ണുന്നത് മല്ലം യുകഫിരിൽ മുശ്രികീന ഔ ശക്ക ഫീ കുഫ്രിഹിം ഔ സഹഹ മദ്ഹബഹും കഫറ ഇജ്മാഅൻ. ആര് മുശ്രിക്കിനെ കാഫിറാക്കുന്നില്ലയോ അല്ലെങ്കിൽ ഒരു മുശ്രിക്കിന്റെ മദ്ഹബിനെ സഹിയാക്കിയോ അല്ലെങ്കിൽ മുശ്രിക്കിന്റെ കുഫ്റിൽ സംശയിക്കുകയോ ചെയ്താൽ അവൻ കാഫിറാണ്. മല്ലം യുകഫിർ അൽ മുശ്രികീന, ഒരു മുശ്രിക്കിനെ ഒരാൾ കാഫിറാക്കിയിട്ടില്ല എങ്കിൽ ഔ ശക്ക ഫീ കുഫ്രിഹിം, അല്ലെങ്കിൽ മുശ്രിക്കിന്റെ കുഫ്റിൽ സംശയിച്ചു, ഔ സഹഹ മദ്ഹബഹും, അല്ലെങ്കിൽ മുശ്രിക്കിന്റെ മദ്ഹബ് ശരിയാണ് എന്ന് പറഞ്ഞു ശരിയാക്കിയാൽ കഫറ ഇജ്മാഅൻ, ഓൻ കാഫിറായി. അപ്പം മുശ്രിക്കിനെ കാഫിറാക്കൽ നിർബന്ധമാണ്. മുശ്രിക്കിനെ കാഫിറാക്കിയിട്ടില്ല എങ്കിൽ അവൻ കാഫിറാകും എന്നത് ഇജ്മാ. ഈ വിഷയത്തിലുള്ള തെളിവ് ഇജ്മാ ആണ്. അഹ്ലുസുന്നത്തുൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാരെല്ലാവരും കുഫ്റടങ്ങിയ പല വിഷയങ്ങളും പറയുമ്പോഴൊക്കെ പറയുന്നൊരു കാര്യം, ഇങ്ങനെ ആരെങ്കിലും വിശ്വസിച്ചാൽ അവൻ കാഫിറാണ്, അങ്ങനെ വിശ്വസിച്ചവനെ കാഫിറാക്കാത്തവനും കാഫിറാണ് എന്ന വിഷയത്തിൽ സലഫുകൾ ഇജ്മാ ആണ് എന്ന്. അപ്പോൾ കുഫർ വിശ്വസിക്കുന്നവനെ കാഫിറാക്കാത്തവൻ കാഫിറാണ് എന്നത് സഹാബാക്കടക്കമുള്ള സലഫുകളുടെ ഇജ്മാ ആണ്. അതുകൊണ്ട് തന്നെ മുശ്രിക്കിനെ കാഫിറാക്കണം. ഇവിടെ കാഫിറാക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്നാമത്തേത്, അള്ളാഹുവിന്റെ റസൂലും ആരെ പേരെടുത്ത് കാഫിറാക്കിയോ അവരെ കാഫിറാക്കണം. ഖുർആനിലും ഹദീസിലും കാഫിറാണ് മുശ്രിക്കാണ് എന്ന് സ്ഥിരപ്പെട്ട വ്യക്തികളെ കാഫിറാക്കണം. രണ്ടാമത്തേത്, അസ്ലി കാഫിറുകളെ കാഫിറാക്കണം. ജന്മനാ കാഫിറായവരെ കാഫിറാക്കണം. ഉദാഹരണത്തിന് ജൂതന്മാർ, നസാറാക്കൾ, ഹിന്ദുക്കൾ, ഇവരൊക്കെ കാഫിറുകളാണ്, ഇവരെ കാഫിറാണെന്ന് വിശ്വസിക്കണം. മൂന്നാമത്തേത്, ഏതൊരാളെ കുറിച്ച് അഹ്ലുസുന്നത്ത് ജമാഅത്തിന്റെ ഉലമാക്കൾ കാഫിറാണ് എന്ന് ഇജ്മാ കൊണ്ടോ അവരെ കാഫിറാക്കണം. ഉദാഹരണത്തിന് കാദിയാനികൾ, അവർ കാഫിറാന്ന വിഷയത്തിൽ ഉലമാക്കളുടെ ഇജ്മാ ഉണ്ട്. നിരീശ്വരവാദികൾ, അവർ കാഫിറുകളാണെന്ന വിഷയത്തിൽ ഉലമാക്കളുടെ ഇജ്മാ ഉണ്ട്. അങ്ങനെ ഉലമാക്കൾ ഇജ്മാ ഉള്ളവരെയും കാഫിറാക്കണം. നാലാമത്തേത്, ഏതൊരു വ്യക്തിയിൽ ലവാബിത്തുകൾ, ഷുറൂത്തുകളും തടസ്സങ്ങൾ നീങ്ങുകയും ചെയ്താൽ, ഒരു വ്യക്തിയെ കാഫിറാക്കേണ്ട മാനദണ്ഡങ്ങൾ പാലിക്കപ്പെട്ട ഒരു വ്യക്തിയെ കാഫിറാക്കണം. ഒരാൾക്ക് കുഫർ ചെയ്തു, ഷിർക്ക് ചെയ്തു ഒരു വ്യക്തി, ആ വ്യക്തിക്ക് അത് കുഫറാണെന്ന് പറഞ്ഞു കൊടുത്തു, ഷിർക്കാണെന്ന് പറഞ്ഞു കൊടുത്തു, ദലീൽ ബോധ്യപ്പെടുത്തി കൊടുത്തു, അയാളുടെ ശുബഹത്തുകൾ നീക്കിക്കൊടുത്തു, ഹുജ്ജത്ത് സ്ഥാപിച്ചു, എന്നിട്ടും അയാൾ ആ ഷിർക്കിനെയും കുഫറിനെയും അംഗീകരിക്ക് പോവുകയാണെങ്കിൽ അയാളെ വ്യക്തിപരമായി കാഫിറാക്കണം. ഷുറൂത്തുകൾ പാലിക്കപ്പെടുകയും തടസ്സങ്ങൾ നീങ്ങുകയും ചെയ്ത ഒരാൾ, അല്ലെങ്കിൽ തെളിവുകൾ സ്ഥിരപ്പെടുത്തപ്പെടുകയും സംശയം ദൂരീകരിക്കപ്പെടുകയും ചെയ്ത ഒരു വ്യക്തി കുഫറിലും ഷിർക്കിലും തുടരുകയാണ് എങ്കിൽ അയാളെ വ്യക്തിപരമായി കാഫിറാക്കണം. ഇതല്ലാത്തവർ, മുസ്ലിമുകളായവർ, ഈ പറയപ്പെട്ടവരല്ലാത്തവരെ കാഫിറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അങ്ങനെ കാഫിറാക്കുന്നത് രണ്ട് രീതിയിലാണ്. ഒന്ന്, അത്തക്ഫിറുൽ മുത്ലഖ്, നിരുപാധികം കാഫിറാക്കൽ. നിരുപാധികം കാഫിറാക്കുന്നതിൽപ്പെട്ടതാണ് ആരെങ്കിലും ഇന്ന പ്രവർത്തനം ചെയ്താൽ ഓൻ കാഫിറാണ് എന്ന് പൊതുവായി പറയൽ, ഇന്ന പ്രവർത്തനങ്ങൾ കുഫ്റാണ്, ഷിർക്കാണ് എന്ന് പറയൽ. അതേപോലെ തന്നെ ഒരു ഷിർക്കൻ കുഫ്രൻ അടങ്ങിയ ഒരു വിഭാഗത്തെ വിശേഷിപ്പിക്കൽ. ഉദാഹരണത്തിന് സലഫുകൾ പറഞ്ഞതാണ്, റാഫിദുകൾ കാഫിറുകളാണ്, ജഹ്മികൾ കാഫിറുകളാണ്. ഇതൊരു ഫിർക്കത്തിനെ വസ്ഫ് ചെയ്യലാണ്, വിശേഷിപ്പിക്കലാണ്. അവർ കാഫിർ. കുബൂരികൾ കാഫിറുകളാണ്. ഇതൊക്കെ തക്ഫീറുൽ മുത്ലഖിലാണ് പെടുക. ഇങ്ങനെ കുഫ്രൻ വാദമുള്ളവരെ തക്ഫീർ മുത്ലഖ് നടത്തണം, മുത്ലഖൻ തക്ഫീർ ചെയ്യുക. ഇന്ന വിഭാഗം കാഫിറുകളാണ്. എന്നാൽ അങ്ങനെയുള്ള വിഭാഗങ്ങൾ ചിലപ്പോൾ പണ്ഡിതന്മാർക്കിടയിൽ ഇജ്മാ ഉണ്ടാകാം, അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം. ഇജ്മാ ഉള്ളതാണെങ്കിൽ അവരെ കാഫിറാക്കൽ നിർബന്ധമാണ്. അഭിപ്രായ വ്യത്യാസമുള്ളതാണ് എങ്കിൽ നമ്മുടെ പഠനത്തിൽ ഏതാണ് നമുക്ക് ബോധ്യപ്പെട്ടത് ആ അഭിപ്രായം നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. പല വിഷയത്തിലും ഖവാരിജുകളെ കാഫിറാക്കിയവരുണ്ട്, കാഫിർ അല്ല എന്ന് പറഞ്ഞവരുണ്ട്.
സഹാബകളുടെ കാലം മുതൽ ഇങ്ങോട്ടെ ഖവാരിജികൾ വിഷയത്തിൽ കാഫിറാണെന്ന് പറഞ്ഞവരുണ്ട്, കാഫിറല്ല എന്ന് പറഞ്ഞവരുണ്ട്. അശ്അരികൾ അവരെ സംബന്ധിച്ചിട്ട് കാഫിറുകളാണ് എന്ന് പറഞ്ഞവരുണ്ട്, കാഫിറല്ല എന്ന് പറഞ്ഞവരുണ്ട്. ഇതൊക്കെ കാഫിറാണ് എന്ന് പറഞ്ഞവർ മുത്തലക്കൻ തക്ഫീർ ചെയ്തവരാണ്. പൊതുവായി അതൊരു വിശേഷണം, വസ്ഫ് എന്നതിന് പറയാം. ഒരു ഫിർക്കത്തിനെ വസ്ഫ് ചെയ്യുക കുഫർ കൊണ്ട്. എന്നാൽ ഓരോ വ്യക്തിയെയും വ്യക്തിപരമായി കാഫിറാക്കൽ, അതാണ് തക്ഫീറുൽ മുഅയ്യൻ എന്ന് പറയുക. തക്ഫീറുൽ മുഅയ്യൻ, ഓരോ വ്യക്തിയെയും വ്യക്തിപരമായി കാഫിറാക്കൽ. അങ്ങനെ കാഫിറാക്കണമെങ്കിൽ 2 നിബന്ധനകൾ പാലിക്കണം. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി പറഞ്ഞ 2 നിബന്ധനകൾ. 1, അയാൾക്ക് തെളിവ് ബോധ്യപ്പെടുത്തി കൊടുക്കണം. 2, അയാളുടെ ശുബഹത്ത് തെറ്റിദ്ധാരണ നീങ്ങണം എന്നല്ല, നീക്കണം. നമുക്കത് നീക്കി കൊടുക്കാൻ പറ്റണം. ഈ 2 കാര്യങ്ങൾക്ക് ശേഷം മാത്രമേ ഒരാളെ വ്യക്തിപരമായി കാഫിറാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ മല്ലം യുകഫിരിൽ മുശ്രിക്കീന ഔ ശക്ക ഫീ കുഫ്രിഹിം ഔ സഹഹ മദ്ഹബഹും കഫറ ഇജ്മാഅൻ എന്ന് പറഞ്ഞ അതിൽ പെടുക നമ്മൾ ആദ്യം പറഞ്ഞ കാര്യങ്ങളാണ്. അഭിപ്രായ വ്യത്യാസമുള്ള, അല്ലെങ്കിൽ എനിക്ക് ഒരാളെ കാഫിറായി എന്ന് ബോധ്യപ്പെട്ട ഒരാളെ ബാക്കി ആരും കാഫിറാക്കാത്തത് കൊണ്ട് നിങ്ങളൊക്കെ കാഫിറായി എന്ന് പറയുക എന്നുള്ളത് തെറ്റാണ്. അങ്ങനെ ചിലരിന്ന് നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. എനിക്കൊരാൾ കാഫിറാണ്, അയാളെ എല്ലാവരും കാഫിറാക്കണം, അല്ലെങ്കിൽ എല്ലാവരും ഞാൻ കാഫിറാക്കും. അത് തെറ്റായ നിലപാടാണ്. ആരെയാണ് എല്ലാവരും കാഫിറാക്കേണ്ടത്? 1, അസ്ലി കാഫിറുകളെ. 2, ഇജ്മാ ഉള്ള കാഫിറുകളെ. 3, ലവാബിത്തുകളും ശുറൂത്തുകളും പാലിക്കപ്പെട്ട വ്യക്തിയെ ആ വ്യക്തിപരമായിട്ട് അയാൾക്ക് കാഫിറാക്കാം, ബോധ്യപ്പെട്ടവർക്ക് കാഫിറാക്കാം. അഭിപ്രായ വ്യത്യാസമുള്ളവരെ ഒരഭിപ്രായം എടുത്തുകൊണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾക്ക് അയാൾക്ക് ബോധ്യപ്പെട്ട കുഫറിന്റെ അടിസ്ഥാനത്തിൽ അയാൾ കാഫിറാക്കിയവരെ കാഫിറാക്കാത്തവരെ കാഫിറാക്കാൻ പാടില്ല. ഇതൊക്കെ വളരെ ഗൗരവമുള്ള വിഷയമാണ്. അല്ലാഹു അഅലം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മുശ്രിക്കുകളെ, കാഫിറുകളെ കാഫിറായി കാണുക എന്നുള്ളത് നിർബന്ധമാണ്. അപ്പോൾ മതസൗഹാർദ്ദം എന്നൊക്കെ പറഞ്ഞിട്ട് ശിർക്കും കുഫറൊന്നുമില്ല, എന്നിട്ട് കുഫറിനോടൊക്കെ സഹകരിക്കുക എന്നുള്ളത് പേടിക്കേണ്ട ഗൗരവമുള്ള വിഷയത്തിൽപ്പെട്ടതാണ്. കാഫിറിനെ കാഫിറാക്കണം എന്നുള്ളത് ഈമാന്റെ ഭാഗമാണ്. അങ്ങനെ കാഫിറാക്കിയിട്ടില്ല എങ്കിൽ കാഫിറാക്കാത്തവൻ കാഫിറായി പോകും. അല്ലാഹു അഅലം.